അങ്ങനെ ഇന്ത്യൻ മഹായുദ്ധം ഇന്ന് പൂർത്തിയാകുന്നു. ഇനി രാജ്യത്തിനറിയേണ്ടത് ഒറ്റ ഉത്തരം: ആരാണ് ജേതാവ്? BJPയോ കോൺഗ്രസോ? NDAയോ ഇന്ത്യ സഖ്യമോ? മോദിയോ രാഹുലോ? യഥാർത്ഥ ജനവിധി ചൊവ്വാഴ്ചയാണ്, സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇന്ന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണല്ലോ. അതെന്തിനാണ്? അതെ, 6 മണിക്ക് ശേഷം വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക്. അതിനാണ് ഈ കാത്തിരിപ്പ്. ആ ഫലപ്രവചനം ശരിയാകാം, തെറ്റാകാം. പക്ഷെ എല്ലാവരും തെറ്റാകില്ലല്ലോ. ആരാകും ശരിയായ പ്രവചനം നടത്തുക? മുൻപ് കൃത്യമായി ഫലം പ്രവചിച്ച ട്രാക്ക് റെക്കോർഡുള്ള ഏജൻസികൾ തന്നെയാണ് ഇത്തവണയും കളത്തിലുള്ളത്. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലം അറിയാനുള്ള ഈ കാത്തിരിപ്പിന് ഒരു സസ്പെൻസ് ത്രില്ലറിന്റെ രസമുള്ളത്. പ്രധാന നേതാക്കന്മാരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരുമെല്ലാം പല പ്രവചനങ്ങളും ഇതിനോടകം നടത്തിക്കഴിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവരിൽ ആരുടെ പ്രവചനമാകും എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ഏറ്റവും ചേർന്നു പോവുക? അതറിയാനും ഒരു ത്രില്ലില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ പ്രതികരണം മാത്രം ഒന്നുകൂടി ഓർക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞത് BJP വെറും 180 സീറ്റിൽ ഒതുങ്ങുമെന്ന്. മമതയും കെജ്രിവാളും പറഞ്ഞത് BJPക്ക് 200 സീറ്റ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായരിൽ ഒരാളായ ശരത് പവാറും പ്രവചിച്ചിട്ടുണ്ട്. NDAക്ക് 230-നും 240-നും ഇടയിൽ സീറ്റ് കിട്ടുമെന്നാണ് പവാറിന്റെ പ്രവചനം. മോദിയുടെ കണ്ണിൽ കരടായി പുറമേ തോന്നിക്കുന്ന പരകാല പ്രഭാകർ പറഞ്ഞത് BJPക്ക് 220-നും 230-നും ഇടയിൽ സീറ്റ് കിട്ടിയേക്കും എന്നാണ്. യോഗേന്ദ്ര യാദവ് പയറ്റി തെളിഞ്ഞ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. യോഗേന്ദ്രയുടെ ഒടുവിലത്തെ കണക്കിലും BJPക്കും NDAക്കും പ്രതീക്ഷ വേണ്ട. 240-നും 260-നും ഇടയിലാണ് യോഗേന്ദ്ര കാണുന്നത്. ഇവരാരും BJPക്കോ NDAക്കോ കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുമോ? ഇനി മറുവശത്തെ അവകാശവാദം കൂടി പറയാം. മോദി തുടങ്ങി വെച്ചു 400 പാർ, 400-ലധികം എന്നർത്ഥം. അമിത്ഷായും പറയുന്നു 400 പാർ. മോദി കോൺഗ്രസിനെ പറ്റി കൂടി പ്രവചിച്ചു, കോൺഗ്രസ് 50 കടക്കില്ല എന്ന്. യോഗേന്ദ്രയെ പോലെ തന്നെ പ്രമുഖനായ പ്രശാന്ത് കിഷോർ പറയുന്നത് 300 പാർ അഥവാ 300-ലധികം. എന്തായാലും ഏതെല്ലാം നേതാക്കളുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന് ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലം പറയും. ചൊവ്വാഴ്ച വരുന്ന യഥാർത്ഥ ഫലമോ? നേതാക്കൾ മാത്രമല്ല, എക്സിറ്റ് പോൾ ഏജൻസികളിൽ ആരെല്ലാം ശരിയായിരുന്നുവെന്നും തെളിയിക്കും. അപ്പോഴും ഒരു വസ്തുതയുണ്ട്: എല്ലാ ഏജൻസികൾക്കും തെറ്റുപറ്റില്ല. ഇത്തവണ ആരാകും കൃത്യമായി പ്രവചിക്കുക? ആക്സിസ് മൈ ഇന്ത്യയോ, ടുഡേയ്സ് ചാണക്യയോ, സി വോട്ടറോ, അതോ CSDSോ? മറ്റു പലരും കളത്തിലുണ്ട്. അവരിൽ എടുത്തു പറയേണ്ട കേമന്മാരാണ് ഈ ഏജൻസികൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. 300 മുതൽ 365 സീറ്റ് വരെയായിരുന്നു അവരുടെ പ്രവചനം. BJPക്ക് 303-നും NDAക്ക് 353 സീറ്റും കിട്ടി. UPAക്ക് 91 സീറ്റ് കിട്ടി. 77 മുതൽ 134 വരെ എന്നായിരുന്നു പ്രവചനം. 2014-ൽ അതായിരുന്നില്ല സാഹചര്യം. അന്ന് ടുഡേയ്സ് ചാണക്യ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അടിതെറ്റി. 340 വരെയായിരുന്നു ചാണക്യയുടെ പ്രവചനം. NDAക്ക് കിട്ടിയത് 336 സീറ്റും. UPAക്ക് 100 സീറ്റ് കടക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രവചനം. കിട്ടിയതോ വെറും 60 സീറ്റ്. അപ്പോഴും ഒരു കാര്യം ഓർത്തോളൂ: 2014-ൽ ഒരാൾ ശരിയായി. ആ അനുഭവ പാഠം ഉൾക്കൊണ്ട് തെറ്റുതിരുത്തിയും പരമാവധി പിഴവുകൾ ഒഴിവാക്കിയും 2019-ൽ കൂടുതൽ പേർ പ്രവചനത്തിൽ വിജയിച്ചു. അങ്ങനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് ഈ മുൻനിര ഏജൻസികൾ ഇത്തവണ വീണ്ടും നമ്മുടെ മുന്നിലെത്തുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ മഹായുദ്ധത്തിന്റെ പ്രവചനങ്ങൾ തുടങ്ങുകയാണ്. ആ പ്രവചനങ്ങൾക്കായി നമുക്കും കാതോർക്കാം.